ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ പൊട്ടിക്കരയുന്ന അനുമോളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, മുൻഷി വന്നിട്ട് പറയുകയാണ്, എന്നിൽ നിന്ന് നീ എന്ത് പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ അനുമോൾ ഇങ്ങനെ പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട്, ചേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്ക് അധികമൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ചേട്ടൻ പല കാര്യങ്ങളും ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് എനിക്ക് നല്ല വിഷമമുണ്ട് ചേട്ടാ. അതായത് ചേട്ടൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആണെങ്കിലും സാരിയൊക്കെ കൊടുത്ത് നടന്നിട്ടില്ലേ, അത് ബിഗ് ബോസ് തന്നിട്ടുള്ള ടാസ്ക് അല്ലെന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാം. ചേട്ടൻ ഇവിടെ സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടാത്തതുകൊണ്ട് ചേട്ടൻ്റെ ഒരു വിഷമമാണ് ചേട്ടൻ കാണിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര തന്നെ വിഷമം തോന്നി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അനുമോളങ്ങ് പൊട്ടിക്കരയുകയാണ്. സത്യം പറഞ്ഞാൽ ശരിയാണ്, മുൻഷി അത് അത്യാവശ്യം പാടുപെടുന്നുണ്ടായിരുന്നു. ആള് സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിം അന്നൊക്കെ കളിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയേനെ. പക്ഷേങ്കിൽ പുള്ളി ഗെയിമൊന്നും അറിയാതെ എന്തോ ഒരു സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. കാരണം ആദ്യ ആഴ്ചയിലൊക്കെ വലിയ ഗെയിമൊന്നും ഇല്ല. അപ്പം പുള്ളീനെ എപ്പിസോഡിലും കാണിച്ചിട്ട് അധികം ഇല്ല എന്നുള്ള കാര്യങ്ങൾ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും അനുമോള് ചേട്ടൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ബിഗ് ബോസ് പോലും പറയാതെ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ ഉള്ളിൽ അത്ര അധികം തന്നെ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേട്ടൻ്റെ വിഷമം എന്താണെന്നുള്ള കാര്യങ്ങൾ. ചേട്ടൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചേട്ടൻ നല്ലൊരു ഉഗ്രനായിട്ടുള്ളൊരു കലാകാരൻ തന്നെയാണ്. അറിയപ്പെടാതെ ഈ ഒരു സീസണിൽ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു മുൻഷി രഞ്ജിത്ത് ആരാണ് എന്നുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അങ്ങനെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ചേട്ടൻ്റെ ആ ഒരു വാക്കുകളൊക്കെ തന്നെ എനിക്ക് ആരോടും ദേഷ്യമില്ല എന്ന് ലാലേട്ടനോട് ആ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ ശരിക്കും ടച്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര അധികം തന്നെ വിഷമിക്കുന്ന അനുമോളെ നമുക്കിപ്പോൾ ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. മുൻഷി നല്ല വിഷമത്തിൽ തന്നെയായിരുന്നു.